ഞാൻ യാതിൽ തികയില്ലവൻ നമ്മൾ പാപത്തിനൊത്തപ്പോൾ പ്രതിഫലമരുളും നീയാകൃത്യങ്ങൾ ഗമിച്ചും വനമീ ഭൂവിൽ നിന്നുയർന്നിരിപ്പതുപോൽ അരന്തയാഭയന്മേൽ വലിയതു തന്നെ കാണുന്നു ഞാൻ യാതിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാത കാണുന്നു ഞാൻ യാതിൽ ഒടുക്കുകയിലവനേറ്റം ജാതന്നതമോടം എടുക്കുകയിലവൻ തിരി പുകവമിക്കുകയിലും നടക്കും താൻ വിധി ജയം ലഭിക്കും നാൾ വരെയോ വളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം കാണുന്നു ഞാൻ യാതിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാത കാണുന്നു ഞാൻ യാതിൽ വഴുതിടാതവൻ എന്നെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയിൻ കവിതത്തിൻ നാഥൻ കളങ്കമറ്റാനന്ദ പൂർണ്ണതയോടെ അവിക്കട്ടെ മഹത്വമങ്ങവനെന്നും ആമേ കാണുന്നു ഞാൻ യാതിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാത കാണുന്നു ഞാൻ യാതിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാത കാണുന്നു ഞാൻ യാതിൽ യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ അശുദ്ധന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ അശുദ്ധന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ ഓക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താ നീക്കി എന്റെ പാപമെല്ലാം താൻ വഹിച്ചതാ ഓക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി എന്റെ പാപമെല്ലാം താൻ വഹിച്ചതാ ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ ആർക്കും ഏതൻ കൂടെ വാഴാനെന്നു സാധ്യമോ ആർക്കും ഏതൻ കൂടെ വാഴാനെന്നു സാധ്യമോ യേശുവോടു ചേർന്നിരിപ്പാനെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ ആമേൻ യേശുവോടു ചേർന്നിരിപ്പാനെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ േറും നാട്ടിൽ എന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടരിക്കൊരുക്കിടുന്നവൻ േറും നാട്ടിൽ എന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടരിക്കൊരുക്കിടുന്നവൻ കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. ശ്രേഷ്ഠകരമായ നല്ലൊരു പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ
വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും, അഭിഷക്തമാർക്കും, പിതാക്കന്മാർക്കും, മാതാക്കന്മാർക്കും ക്രിസ്തയേശുവിന് നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ലൊരു പ്രഭാതം കർത്താവ് നമുക്ക് എല്ലാവർക്കും ധാരാളമായി നൽകിയല്ലോ. കർത്താവ് പിന്നെ നമ്മെ മാനിക്കട്ടെ. അല്പനിമിഷം ധ്യാനിപ്പാൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 39 അധ്യായം അതിൻ്റെ 17 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: അന്ന് ഞാൻ നിന്നെ വിടുവിക്കും, നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. ഇവിടെ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദൈവഭക്തന്മാർക്ക് വേണ്ടി ഇന്ന് പകലിൽ വളരെ ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. ഭയപ്പെടുകയാണ് ഇവിടെ. യിരെമ്യാവ് ഭയത്തോടെ ഇരിക്കുക. സ്തോത്രം. കാരണം യിരെമ്യാവിനെ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുക. സ്തോത്രം. പക്ഷെ അവിടെ നിന്ന് ദൈവവനെ ആമേൻ വചനത്തിൻ്റെ വെളിപ്പാട് കൊടുത്ത് യിരെമ്യാവിനെ പുറത്തെടുക്കുകയാണ്. സ്തോത്രം. ദൈവ ശുശ്രൂഷയുള്ള ഒരു ഭക്തനെ നോക്കൂ, ദൂതുള്ള ഒരു ഭക്തനെ, ഗ്ലോറി, ആത്മാവിൽ ശക്തനായി നിൽക്കുന്ന യിരെമ്യാവിനെ അതെ കാവൽപുരമുറ്റത്ത്, സ്തോത്രം, ആമേൻ, വളരെ ശക്തമായി തന്നെ ചങ്ങലയ്ക്ക് ഇട്ട് വച്ചിരിക്കുക. ചങ്ങലയ്ക്ക്. സ്തോത്രം. ആമേൻ. സ്തോത്രം. അപ്പൊ ചങ്ങലയ്ക്കിട്ട് തന്നെ അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ചില കെട്ടുകളെ ഇന്ന് പകൽക്കാല സ്വർഗം പൊട്ടിച്ചു മാറ്റുന്ന പകല. ആമേൻ. ചില പൈശാചിക ശക്തികളെ ദൈവാത്മാവിന്ന് പകൽക്കാലം ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആത്മനിറവോടെ ദൂത് കൈമാറട്ടെ. നിന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നിന്റെ ആരാധനകൾക്ക്, നിന്റെ സമർപ്പണത്തിന് മറുപടി തരാതെ പോകുന്ന ദൈവമല്ല. കർത്താവ് അതിന് മറുപടി തന്ന് നിന്നെ അവിടെ നിന്ന് പുറത്തെടുക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഒഴികെ യിരെമ്യാവിനെ ഭവനത്തോടുള്ള ബന്ധത്തിൽ, ഒരു ഭവനത്തിനകത്ത് യിരെമ്യാവിനെ കൊണ്ടുവന്ന് യോനാഥാന്റെ വീട്ടിൽ തടവിൽ വച്ചിരിക്കുക. അതിനെ അവർ കാരാഗ്രഹമാക്കിയിരുന്നു. സ്തോത്രം. കണ്ടോ, ഒരു ഭവനത്തെ അവരെന്ത് ചെയ്തു? കാരാഗ്രഹമാക്കി. അത് ഒരു കൂട്ടം പ്രഭുക്കന്മാരാണ് യിരെമ്യാവിനെ പിടിച്ചു കെട്ടിയത്. ഒരു കൂട്ടം പ്രഭുക്കന്മാർ. ആരുടെയൊക്കെയോ ജീവിതത്തിൽ നിന്ന് പകൽക്കാലം ചില കെട്ടുകൾ ദൈവം പൊട്ടിക്കുകയാണ്. ചില പ്രഭുക്കന്മാർ ശുശ്രൂഷയുള്ളവനെ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. ശുശ്രൂഷയുള്ളവനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ചില വ്യക്തികളുടെ നടുവിൽ പ്രിയരെ, ഇന്ന് പകലിൽ നിന്നെ പുറത്തെടുക്കുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. ദൈവത്തിനു വേണ്ടി എന്ത് ചെയ്താലും അതിൻ്റെതായ പ്രതിഫലം സ്വർഗം നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, യിരെമ്യാവിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ വലിയ തീഷ്ണതയോടെ നിൽക്കുന്ന ഒരു ഭക്തന. തീഷ്ണതയോടെ. സ്തോത്രം. ഇവിടെ വളരെ ശക്തമായി തന്നെ കാരാഗ്രഹമാക്കി ചില തടവറയ്ക്കകത്തേക്ക് തന്നെ കൊണ്ടു നിർത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യിരെമ്യാവിനെ കുറിച്ച് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അകമ്പടി നായകന്മാരായി, നെബൂഖദ്നേസർ നോയിക്കെ അകമ്പടി നായകനായ ചില വ്യക്തികളെയൊക്കെ അവിടെ തൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. സ്തോത്രം. നീ അവനെ വരുത്തി അവന്റെ മേൽ ദൃഷ്ടി വച്ച് അവനോട് ഒരു ദോഷവും എന്ത് ചെയ്യരുത്, ചെയ്യാതെ
അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്ത് ആമേൻ കൊടുക്ക എന്ന് കൽപ്പിച്ചു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നെബൂഖദ്നേസർ രാജാവിനോട് ചിലത് ആമേൻ ആമേൻ സ്തോത്രം കൽപ്പിക്കുകയാ. ആമേൻ. ഇന്ന് പകലില് ചില രാജാക്കന്മാരുടെ അധികാരങ്ങളെ ചവിട്ടുകുട്ടയിൽ തള്ളിയിടുന്നത് പോലെ ഇന്ന് പകലിൽ നിന്നെ പിടിച്ചു കെട്ടി നിന്നെ തകർത്ത് കളയുമെന്നൊക്കെ പേടിപ്പിച്ച് നിന്നെ കാവൽപുര മുറ്റത്ത് ഇങ്ങനെ ആക്കി വച്ചിരിക്കുക. പക്ഷെ അവിടെ നിന്ന് ആമേൻ ഹല്ലേലൂയ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. സ്തോത്രം. എത്ര ഇനി ഇവർ അടിച്ച് അമർത്താൻ നോക്കിയാൽ യിരെമ്യാവേ നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരും. അന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്യും? വിടുവിക്കും. സ്തോത്രം. കണ്ടോ, ഏബേദ് മേലക്കിനെ ദൈവം കരങ്ങളിലെടുത്തു. ഏബേദ് മേലക്കുന്ന പ്രവാചകനുണ്ടല്ലോ, ഇദ്ദേഹം ഏബേദ് മേലക്കിനെ ദൈവം എന്തെന്നറിയാമോ അങ്ങെടുത്തു. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ വചനങ്ങളെ ഈ നഗരത്തിൻ്റെ മേൽ ആമേൻ സ്തോത്രം. അപ്പോ ദൈവത്തിൻ്റെ വചനം ആ പട്ടണത്തിൽ ദൈവം അയക്കുകയാണ്. കേട്ടോ, ചിലര് നിവൃത്തിയാകാൻ ചില പ്രവാചകന്മാരെ ദൈവം എണീപ്പിക്കും. ശ്രദ്ധിക്കുക ദൈവഭക്തന്മാരെ, ജനം എത്ര അടിച്ചമർത്താൻ നോക്കിയാലും എത്ര പ്രയാസങ്ങൾ അഴിച്ചുവിട്ടാലും ശുശ്രൂഷ വരമേൽപ്പിച്ച ദൈവം അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും. അത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും. അതിനെ ആർക്കും ചോദ്യം ചെയ്യാനോ അതിനെ ആർക്കും ആമേൻ മാറ്റി നിർത്തുവാനോ കഴിയില്ല. കാരണം അത് ദൈവത്തിൻ്റെ പ്ലാന്. അതേപോലെ തന്നെ സംഭവിക്കും. സ്തോത്രം. നോക്കിക്കേ, ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഏബേദ് മേലക്കിനോട് ആ പ്രവാചകനെ ദൈവം എണീപ്പിച്ച് സ്തോത്രം യിരെമ്യാവിന് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവ് ആ കാലഘട്ടങ്ങളിൽ ഒരു പ്രവാചകൻ എഴുന്നേൽപ്പിച്ചെങ്കിൽ നോക്കിക്കേ, അവിടെ പറയുന്നത് നീ ഭയപ്പെടുന്ന മനുഷ്യരോട് കയ്യിൽ നീ എന്ത് ചെയ്യില്ല, ഏൽപ്പിക്കപ്പെടുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു അരുളപ്പാടുമായി ഒരു പ്രവാചകൻ യിരെമ്യാവിൻ്റെ അടുത്ത് വന്നു, അവരെ ധൈര്യപ്പെടുത്തി. സ്തോത്രം. ഞാൻ നിന്നെ എന്ത് ചെയ്യും? വിട്ടയക്കും, വിടുവിക്കും. നീ ആമേൻ വാളിൽ വീഴുകയില്ല. നിന്റെ ജീവൻ നിനക്ക് ആമേൻ കൊള്ള കിട്ടിയതുപോലെ ആയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എന്താണ്? ദൈവം നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ വിടുവിക്കും, ഉറപ്പായിട്ടും. ഇന്ന് പകൽ എവിടെയൊക്കെ വിടുതൽ സംഭവിക്കുന്നു, ആരുടെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവെന്ന് പകൽക്കാലം ആലോചന കൈമാറുന്നു. നിന്നെ വിടുവിക്കുന്ന ഒരു സ്വർഗം, നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകലിൽ ദൈവകുഞ്ഞെ നിന്റെ മധ്യേ കർത്താവ് ഇറങ്ങി നിൽപ്പുണ്ട്. ആ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. വലിയ വിടുതൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ശത്രു കുഴിച്ച കുഴിക്കകത്തുനിന്ന് പുറത്തു കയറ്റുന്ന ഒരു ഒരു പകലാക്കി ദൈവം തീർക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പൊന്നുകരത്തിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന സമർപ്പിക്കപ്പെടുന്ന പ്രഭാതമാക്കി ദൈവം നമ്മെ തീർക്കേണ്ടതിന്, ചില ആത്മഹത്യ പ്രേരണകൾ സ്വർഗം അബദ്ധമാക്കേണ്ടതിന്, ഹല്ലേലൂയ, ചില അസമാധാനങ്ങൾ ദൈവാത്മാവ് തുടച്ചു മാറ്റേണ്ടതിന് കർത്താവിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാത വേളയ്ക്കായി സ്തോത്രം. ദൈവം അഭിഷക്തന്മാരെ ദൈവം കരങ്ങളെടുക്കുന്നതിനായി സ്തോത്രം. അപ്പൻ്റെ പൊന്നുകരം കൂടെ ഇരിക്കട്ടെ. ഒരു വലിയ അത്ഭുതം കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. കൃപയിൽ പൊതിയണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.